ലോകത്തിന്റെ ജനസംഖ്യ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഒരു 75-80% ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു നിശബ്ദമായ ഒരു സിംറ്റമാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വില്ലൻ. അവിടെ ഫാറ്റ് വന്നു കരളിനെ പൊതിഞ്ഞിട്ട് അവിടെ സെല്ലുകൾക്കുണ്ടാകുന്ന പ്രവർത്തന വൈകല്യമാണ് ഫാറ്റി ലിവറിന്റെ പ്രധാന കാരണം. കരളിന്റെ തൂക്കത്തിൽ 5% ഫാറ്റ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അതിനെ ഫാറ്റി ലിവർ എന്ന് പറയും. 8% ആകുമ്പം ഫാറ്റി ലിവർ ഗ്രേഡ് 1. ഇത് 12% ആകുമ്പം ഫാറ്റി ലിവർ ഗ്രേഡ് 2. ഫാറ്റി ലിവർ ഗ്രേഡ് 3 എന്ന് പറയണമെങ്കിൽ 15% കൊഴുപ്പ് വന്ന് കരളിൽ ഊറി ഉറയണം. ഈ 15% കഴിഞ്ഞു കഴിഞ്ഞാൽ ടിയാറ്റോ ഹെപ്പറ്റൈറ്റിസ്, ദെൻ സിറോസിസ്, അങ്ങനത്തുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക. മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ ഫാറ്റി ലിവറിനെ കാണുന്നത്. അപ്പോഴും നമ്മളത് ഗൗരവമുള്ള കാര്യമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ ഉപേക്ഷിക്കും. പക്ഷെ ആ കരള് അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് വളർന്ന് ആ രോഗം വലുതായി നമ്മളെ ഗുരുതരമായ മറ്റ് രോഗങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മളിത് തിരിച്ചറിയുന്നത്. അപ്പോഴത്തേക്ക് രോഗത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കും. രോഗം ചികിത്സിച്ച് ഭേദമാകാൻ പറ്റാത്ത ഒരു പരുവത്തിലേക്ക് എത്തിക്കും. പ്രതിരോധ ശക്തിയുടെ മുഖ്യ അവയവമാണ് കരള്. കരളിനെ നമ്മൾ എപ്പോഴും വിഷരഹിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ടും വ്യായാമം കൊണ്ടും നേരത്തിനുള്ള ഉറക്കം കൊണ്ടും പല പ്രകാരേണ രോഗമില്ലാണ്ട് സംരക്ഷിച്ചാൽ നമ്മുടെ ആരോഗ്യം എന്നും നിലനിൽക്കാനായിട്ട് സാധിക്കും.